ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സാരി വെച്ചിട്ട് പട്ടുപാവാട തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. ടോപ്പിന് ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 8.5 വിഡ്ത്തിലാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൽ നിന്ന് ബാക്ക് പാർട്ട് മാറ്റിയെടുക്കുകയാണ്. ബാക്ക് പാർട്ടിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പടി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ 1/2 ഇഞ്ച് നീക്കിയിട്ട് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ 4.5. ഈ ടോപ്പിൻ്റെ മോഡൽ താഴത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള മോഡലാണ്. ഫുൾ ലെങ്ത്ത് 30 ഇഞ്ചസ് ആണ്. -1.5 പ്ലീറ്റ്സ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് 11.5 കിട്ടും. +1 സീം അലവൻസ് ആണ്. അപ്പോൾ 12.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്വീറ്റ് വിഡ്ത്ത് 7 ആണ്. +1 സീം അലവൻസ് ആണ്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ 4.5 ഇവിടെ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആം ഹോൾ 4.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ വരച്ചു കൊടുക്കുക. ചെസ്റ്റ് 6.3 +1 സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ലെങ്ത്ത് 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് വിഡ്ത്ത് 5.7 +1 സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സീറ്റ് വിഡ്ത്ത് 7 +1 സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വരച്ചു കൊടുക്കുക. സ്റ്റിച്ചിങ് ലൈനും കട്ടിങ് ലൈനും വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച്, നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോൾ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ഇനി ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെ മെയിൻ ക്ലോത്തുമ്മ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്ക് പാർട്ടിൻ്റെ 2 ലൈനിങ്ങിൻ്റെ പീസും ഇതുപോലെ മെയിൻ ക്ലോത്തുമ്മ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിൽ ഹുക്ക് വെക്കാനുള്ള പടി വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പീസും 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ക്ലോത്തിനെ 4ആയിട്ട് മടക്കിയെടുക്കണം. ഈ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ മോഡൽ പഫ് സ്ലീവാണ്. പ്ലീറ്റ്സ് ഇടാനും പിന്നെ സ്ലീവ് നന്നായി പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ലെങ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ 2 ഇഞ്ചാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവ് റൗണ്ട് അതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി കൈക്കുഴിയുടെ ഈ ഒരു ലൈനിൽ നിന്നും 2.5 താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി സ്ലീവ് റൗണ്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത എക്സ്ട്രാ 2 ഇഞ്ചില്ലേ, അതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലൊരു വെട്ടിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ടോപ്പിനായിട്ടുള്ള എല്ലാ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുൾ ലെങ്ത്ത് 90.5 മാർക്ക് ചെയ്യാം. സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് 21 ആണ്, അതിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ 21 × 3 63 ആണ്. അപ്പോൾ 63യുടെ 4 ഭാഗം 50.75 ആണ്. അപ്പോൾ 50.75 വിഡ്ത്തിൽ ഞാൻ ക്ലോത്തിനെ 4 മടക്കി 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ക്ലോത്തിനെ 2 മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള പടി കട്ട് ചെയ്തെടുക്കാൻ 2.5 വിഡ്ത്തിൽ മാർക്ക് ചെയ്തെടുക്കുക. ലെങ്ത്ത് 22 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗവും മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ഭാഗവും മേൽഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് ലൈനിങ്ങിൻ്റെ മേലെ കൂടെയാണ്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. അങ്ങനെ മറ്റേ ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനോട് ചേർത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹുക്ക് വെക്കാനുള്ള പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി പടി വെക്കാനുള്ള ക്ലോത്ത് ഇതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ ബാക്കിലേക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് വിഡ്ത്തിലെടുത്ത പടിയാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇനി 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. 1 ഇഞ്ച് വിഡ്ത്തിലുള്ള പടിയുടെ പീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതുപോലെ വെച്ചിട്ട് ബാക്ക് ഭാഗത്തെ ലൈനിങ് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ ഷോൾഡർ അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തത് വരെ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് സ്ലീവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ ഓപ്പണിങ് വരുന്ന ഭാഗം ഇതുപോലെ കുഞ്ഞേതാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഓപ്പണിങ് വരുന്ന ഭാഗത്ത് പ്ലേറ്റ്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നെക്കിന് ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിബ്ബർ പ്രഷർ ഫുഡ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ടോപ്പിൻ്റെ അടിഭാഗത്ത് പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തു. എന്നിട്ട് ഇതുപോലെ അടുപ്പിച്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ലേസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ടോപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മോഡൽ തയ്ക്കാൻ ഈ പ്ലേറ്റ്സ് ഇടാൻ കുറച്ച് കൂടുതൽ ക്ലോത്ത് ആവശ്യമാണ്. ഈ ഒരു മോഡൽ തയ്ക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കൂടുതൽ ടോപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് എങ്ങനെ സ്കേർട്ട് തയ്ക്കാമെന്ന് നോക്കാം. നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു സൈഡ് ജോയിൻ ചെയ്തു. ഇനി ജോയിൻ ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. പ്ലീറ്റ്സ് ഇടുമ്പോൾ ഒരേ ലെവലിൽ ഒരേ അളവിൽ വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇതേ അളവിൽ മറ്റേ സൈഡും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇടുമ്പോൾ 2 സൈഡും ഒരേ ലെവലിലായിരിക്കണം പ്ലീറ്റ്സ് ഇടാൻ, അല്ലെങ്കിൽ സ്കേർട്ട് ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി പട്ട വെക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്കേർട്ടുമ്പോൾ പട്ട വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കേർട്ട് ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നാണ് പട്ട വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പട്ടയുടെ കരഭാഗം 4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്കേർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്കേർട്ടിൻ്റെ പട്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ടിന് ഹുക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഹുക്കില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി അയൺ ചെയ്തെടുക്കണം. ഈ ഡ്രസ് മോഡൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.